നമസ്കാരം. മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടി കളം ഒരുങ്ങിക്കഴിഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദിയാണ്. മോദി ഇഫക്റ്റ് എന്നൊരു വാക്കും വളരെ വേഗം കോയിൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു പേരാണ്. അത് രാഹുൽ ഗാന്ധി എന്നതാണ്. ഗാന്ധി കുടുംബത്തിലെ 5ാം തലമുറ നേതാവ്. ജനങ്ങളുമായി ഇടപഴകാനും മറ്റുള്ളവരുമായി സംസാരിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകൻ, പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കാൻ ഏറെയുണ്ട് കാരണങ്ങൾ. ആരാണ് രാഹുൽ ഗാന്ധി എന്ന ഒരു എത്തിനോട്ടം. ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് സ്കൂളുകൾ മാറി മാറിയാണ് രാഹുൽ ഗാന്ധി പഠനം പൂർത്തിയാക്കിയത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയായിരുന്നു ഈ സ്കൂൾ മാറ്റങ്ങൾ മുഴുവൻ. ഡെറാഡൂണിലും ഡൽഹിയിലുമായിട്ടായിരുന്നു സ്കൂൾ കാലഘട്ടം. ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് എംഫിൽ എടുത്തു. രാജീവ് ഗാന്ധിയുടെ മരണശേഷം വിദേശത്തേക്ക് മടങ്ങിയ രാഹുൽ പിന്നീട് റോളിൻസ് കോളേജിൽ ചേർന്നു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം രാഹുലിന് നൽകിയത് കടുത്ത ആഘാതമാണ്. മാത്രമല്ല, ഈ സംഭവങ്ങളെ തുടർന്ന് രാഹുലിനും പ്രിയങ്കയ്ക്കും അതിശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. പഠനം പൂർത്തിയാക്കിയ ശേഷം ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരൻ ലണ്ടനിലെ ഒരു കമ്പനിയിൽ കൺസൾട്ടന്റായും ജോലിയിൽ പ്രവേശിച്ചു. കൺസൾട്ടന്റായി ഏതാനും കാലം ജോലി ചെയ്തു. അക്കാഡമിക്സിനേക്കാൾ സ്പോർട്സിലായിരുന്നു രാഹുലിന് കമ്പം. ഷൂട്ടിങ്ങിൽ മാത്രം 8 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുള്ള രാഹുൽ ബാഡ്മിൻ്റൺ, ടെന്നീസ്, ഗോൾഫ്, സ്ക്വാഷ് തുടങ്ങിയവയിലും സജീവമായിരുന്നു. ജാപ്പനീസ് ആയോധനകലയായ ഐക്വിഡയിൽ ബ്ലാക്ക് ബെൽറ്റും രാഹുലിനുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ചൂടുവയ്ക്കുന്നതിന് മുമ്പ് ബാക്കപ്സ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രാഹുൽ മുംബൈയിൽ സ്വന്തമായി ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനി നടത്തിയിരുന്നു. പിതാവ് രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നുള്ള ലോക്സഭാംഗമായാണ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്തും വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവം പലപ്പോഴും രാഹുലിന് തലവേദനയായിട്ടുണ്ട്. രാഹുലിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് പരിഹസിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗത്തിൻ്റെ ശീലമായി മാറിയിരുന്നു. രാഹുലിനെ ട്രോളാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ട്രോളന്മാരും പാഴാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതേ സമൂഹ മാധ്യമങ്ങൾ തന്നെ രാഹുലിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. തൻ്റെ ബന്ധങ്ങളെ എപ്പോഴും പൊതുജനമധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ രാഹുൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തനിക്ക് വേണ്ടപ്പെട്ടവരെ സുരക്ഷിതരായി നിർത്തണം എന്ന രാഹുലിൻ്റെ നിർബന്ധമാണ് ഇതിന് പിന്നിൽ. രാഹുലിൻ്റെ ഗേൾഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് രാഹുൽ തന്നെയാണ് തൻ്റെ സുഹൃത്ത് വെറോണിക് കാർട്ടലിയെക്കുറിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം അഫ്ഗാൻ രാജകുമാരിയുമായും രാഹുൽ അടുപ്പത്തിലായിരുന്നെങ്കിലും ഇരുവരുടെയും ബന്ധം വിവാഹത്തിലേക്ക് വളർന്നില്ല. 2013 അഫ്ഗാൻ രാജകുമാരിയും ഈജിപ്തിലെ രാജകുമാരനും വിവാഹിതരായി. സമൂഹ മാധ്യമങ്ങളിലൂടെ കളിയാക്കിയിരുന്നവരുടെ പോലും മനസ്സിൽ വളരെ പെട്ടെന്ന് വലിയൊരു ഇടം നേടിക്കൊടുത്ത സംഭവമാണ് മോദിയെ കെട്ടിപ്പിടിച്ചത്. പാർലമെൻറ്റ് സമ്മേളനത്തിൽ മോദിയെ കെട്ടിപ്പിടിച്ച ശേഷം മുതലാണ് രാഹുൽ ഗാന്ധിയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുലിനെ സ്നേഹിക്കാതെ തരമില്ലല്ലോ. കെട്ടിപ്പിടിയിൽ അസ്വസ്ഥനായ മോദി എന്താണ് രാഹുൽ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ ആംഗ്യം കാണിച്ചു. കൊച്ചുകൊട്ടിയെന്ന പോലെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തിരികെ പോകാനിറങ്ങിയ രാഹുലിൻ്റെ ചെവിയിൽ മോദി എന്തോ പറഞ്ഞു. ശേഷം രണ്ടുപേരും ഹസ്തദാനം ചെയ്ത ശേഷം രാഹുൽ സീറ്റിലേക്ക് മടങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഭവം കണ്ടത് ഇതുവരെ കോടിക്കണക്കിന് ആളുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ നടത്തിയ പരാമർശം അന്താരാഷ്ട്ര തലത്തിൽ വരെ വിവാദമായിരുന്നു. രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം. റഫാൽ അഴിമതിയിലെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ വിവാദ പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രിയെ കള്ളനെന്ന് വിളിച്ചതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത്. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതിൽ രാഹുലിന് മടിയില്ല. മാത്രമല്ല, ഈ അടുത്ത് ചെന്നൈ സ്റ്റെല്ല മേരീസിലെ കുട്ടികളുമായി സംവദിച്ച് തനിക്ക് പൊതുവേദികളെയോ മാധ്യമങ്ങളെയോ ഭയമില്ലെന്നും അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല, മനുഷ്യസഹജമായ ഇടപെടലുകളും രാഹുലിനെ ശ്രദ്ധേയനാക്കുന്നു.